പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി, പ്രവചന ശബ്ദമായി, വചന വെളിപ്പാടായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശമോർത്ത് ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ പ്രാർത്ഥന മുറയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ചില ദൈവ ശബ്ദങ്ങളെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ ഇടപെട്ട സംഭവം കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, അവനെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട്, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, നിന്ന അനുഭവിക്കുന്ന, ആരും സഹായിക്കാനില്ലാതെ, ആരും ഒരു ആശ്വാസ വാക്ക് പറയാനില്ലാതെ, നെടുവേർപ്പെട്ടിരിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് നീ ഈ ദൂത് കൈമാറണം. ആരും സഹായിക്കാനില്ലാതെ അവർ പല വാക്കുകൾ കേട്ടാണ് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾ കരുതാം, ഞങ്ങൾ സഹോദിക്കാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യത്തോടെ ഇറങ്ങ്, ധൈര്യത്തോടെ വാ, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആരും അവർ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ, ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ ശോധനയിൽ, ആ പരീക്ഷഘട്ടത്തിൽ ഇപ്പോൾ ആരും നിങ്ങളുടെ കൂടെയില്ല, നിങ്ങളെ സഹായിക്കാനില്ല, നിങ്ങളോട് ആശ്വാസം വാക്ക് പറയാനില്ല, നിങ്ങളുടെ കൂടെ വരാനില്ല, നിങ്ങളെ കൈത്താങ്ങാനില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല. കാരണം അവരുടെ തെറ്റല്ല പ്രിയരെ, അവർക്ക് കയറി വരാൻ, മനുഷ്യർക്ക് കയറി വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ മനുഷ്യന്റെ കരങ്ങളെല്ലാം ബലഹീനമായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു പരീക്ഷഘട്ടത്തിലാണ്, ഒരു ശോധനയിലാണ് നീ നിൽക്കുന്നത്. അവിടെ നിന്നെ സഹായിക്കാൻ, അവിടെ നിന്നെ ബലപ്പെടുത്താൻ മനുഷ്യർക്ക് കഴിയത്തില്ല. അവിടെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവിടെ മനുഷ്യരുടെ പുറത്തിനുള്ള തട്ടലുകൊണ്ടൊന്നും ഒരാശ്വാസം ഉണ്ടാകത്തില്ല. സഹോദര സഹോദരി, ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വന്നാലും നിങ്ങൾക്കതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ശോധനയിൽ, അത്രമാത്രം വേദനയിൽ, അത്രമാത്രം ഒറ്റപ്പെടലിൽ, അത്രമാത്രം നിങ്ങൾ തകർന്നിരിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളം ഒരു മരണവേദന പോലെ, ഒന്നും ഒരു എത്തും പിടിയും കിട്ടാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ, എന്താണ് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടാതെ, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആ വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു ശോധന, അതിൻ്റെ അകത്ത് കയറി ഞെരുക്കി നിൽക്കുന്ന, മനം തകർന്നു നിൽക്കുന്ന, ഇത് ഞാൻ നേരിടേണ്ട ശോധനയാണോ, ഇത് ഞാൻ അനുഭവിക്കേണ്ട ക്രൂശാണോ, ഇത് ഞാൻ ചുമക്കേണ്ട ക്രൂശാണോ, ഇതെന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇതെന്തുകൊണ്ട് മാറുന്നില്ല, ഇതെന്തുകൊണ്ട് കർത്താവ് നീ മാറ്റുന്നില്ല എന്ന് ചോദിച്ചിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് കൈമാറാനുള്ള ദൈവശബ്ദം. പരിശുദ്ധാത്മാവ് ഇടപെട്ടത് എങ്ങനെയാണ്? തകർന്നിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ, അഭിഷിക്ത കുടുംബങ്ങൾ, വിശ്വാസ കുടുംബങ്ങൾ, ചില സഹോദരന്മാർ, ചില സഹോദരിമാർ എന്ത് ചെയ്യണമെന്നറിയാതെ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയാതെ തകർന്നിരിക്കുന്നവർ, ചില ചോദ്യചിഹ്നങ്ങളുടെ നടുവിലായിരിക്കുന്നവർ, പരിഹാസം കേട്ടിരിക്കുന്നവർ, നിന്ന അനുഭവിച്ചിരിക്കുന്നവർ, മറ്റുള്ളവരോട് ആൻസർ പറയാനില്ലാതെ മൗനമായിരിക്കുന്നവർ, റൂമുകളിൽ ഒതുങ്ങിയിരിക്കുന്നവർ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്ന ശബ്ദം നിങ്ങളെ ഉയർപ്പിലേക്ക് കൊണ്ടുവരും. ആമേൻ, ആമേൻ. യേശു ഈ ഭൂമിയിൽ ജീവിച്ച് തന്റെ പരശുശ്രൂഷകളെല്ലാം അസ്തമിച്ച്, പരശുശ്രൂഷകളെല്ലാം തീർത്ത്, ക്രൂശമരണത്തിന്റെ ടൈമായപ്പോൾ യേശു ശിഷ്യന്മാരെയും കൂട്ടി ഗെത്സമനയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ. ഗെത്സമനയിൽ 8 പേരെ
തോട്ടത്തിന്റെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി അവരോട് വിശ്രമിക്കാൻ പറഞ്ഞിട്ട് ബാക്കി 3 പേരെ കുറച്ചും കൂടെ ഇന്റിമസിയുള്ള, കുറച്ചും കൂടെ ചേർന്ന് നിൽക്കുന്ന, കർത്താവിനെ കുറച്ചും കൂടെ അടുത്തറിയുന്ന, മാറോട് ചേർന്ന് കിടക്കുന്ന യോഹന്നാനും, ഏത് കാര്യത്തിനും എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന പത്രോസും, തന്റെ ഇടമുള്ള പത്രോസും, പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ കൂട്ടിക്കൊണ്ട് യേശു കുറച്ചും കൂടെ മുമ്പോട്ട് പോയി അവരുടെ മുമ്പിൽ ദുഃഖിക്കാൻ തുടങ്ങി, വ്യാകുലപ്പെടാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ശിഷ്യന്മാർക്ക് വല്ലാത്ത ഒരു ഭയം അവർക്ക് ഫീൽ ചെയ്തു. എടാ, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങളുടെ ഗുരു ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു, ദുഃഖിച്ച് കരയുന്നു, വ്യാകുലപ്പെടുന്നു, അതിദുഃഖിതനായിരിക്കുന്നു. എന്താ സംഭവിക്കാൻ പോന്നെ? അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല, അവർ മനസ്സിലാകുന്നില്ല. കർത്താവ് എന്താ സംഭവിക്കുന്നത്? അവർക്കറിയില്ല. യേശു പറഞ്ഞു, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു മുമ്പോട്ട് പോയി ചില പ്രാർത്ഥനകളിൽ കൂട്ടം കൂടിയുള്ള പ്രാർത്ഥന പറ്റത്തില്ല. കൂട്ടം കൂടിയുള്ള പ്രാർത്ഥനയുണ്ട്. ചിലത് നീ ഒറ്റയ്ക്ക് ദൈവത്തോട് സംസാരിക്കേണ്ട ചില സാഹചര്യമുണ്ട്. ഒറ്റയ്ക്ക് ദൈവത്തോട് സംസാരിക്കേണ്ട ചില മേഖലകളുണ്ട്. അവിടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ട് പറ്റത്തില്ല, അവർക്കത് മനസ്സിലാകത്തില്ല. നിന്നോട് സംസാരിക്കുന്ന എന്തെന്നും, നീ നേരിടുന്ന പോകുന്ന എന്തിനാണെന്നും, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നും, നിന്നോട് സംസാരിക്കുന്ന എന്തെന്നും അവർക്ക് മനസ്സിലാകത്തില്ല. നീ ചെയ്യേണ്ട ശുശ്രൂഷ എന്തെന്ന്, നീ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്തെന്ന്, കർത്താവ് നിന്നോട് സംസാരിക്കുമ്പോൾ, ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ അതെല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിനക്കൊരു ഒറ്റയ്ക്കുള്ളൊരു പ്രയർ നിനക്ക് വേണം. പിതാവിനോട് സംസാരിക്കുന്ന, അപ്പനോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. യേശു എന്ന് അപ്പനോട് സംസാരിക്കില്ല, പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് ദുഃഖിതനായ കർത്താവ് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ പ്രാർത്ഥന ഏൽപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പിന്നെ വിഷയം എന്നതാണ്, എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ ആ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു ചെന്നു. യേശു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവർ കരം കോർത്തിരുന്ന് 3 പേരും പ്രാർത്ഥിക്കുന്നല്ല, യേശുവിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ അല്ല യേശുവിടെ കാണുന്നത്. ഏത് കാര്യത്തിനും കൂടെയുണ്ട്. യേശുവിനോട് പറഞ്ഞു കൊടുത്ത വാക്കിതാണ്. യേശു പറഞ്ഞു, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറും എന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞു, കർത്താവേ, ആരെല്ലാം ഇടയറിയാലും ഞാൻ. അതുപോലെ എല്ലാ ശിഷ്യന്മാരും പറഞ്ഞു, മരിക്കേണ്ടി വന്നു. പത്രോസ് പറയും, മരിക്കേണ്ട വന്നാലും കർത്താവേ ഞാൻ കൂടെയുണ്ട്, എന്നെ സംഭവിച്ചാലും ഞാൻ കൂടെയുണ്ട്. ഭയങ്കര സപ്പോർട്ട്. മരിക്കേണ്ടി വന്നാൽ കൂടെയുണ്ട്, എന്ത് നേരിടണമെങ്കിലും കർത്താവേ ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വാഗ്ദത്തം യേശുവിന് കൊടുത്ത ശിഷ്യന്മാർ. പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, പ്രാർത്ഥനയിൽ ഒരു സപ്പോർട്ട് പോലും കൊടുക്കാൻ കഴിയാതെ കിടന്ന് ഉറങ്ങുന്ന 3 സഹോദരന്മാർ. ഇവരെങ്കിലും പ്രാർത്ഥിക്കുന്ന എന്തിച്ച്? മറ്റ് 8 ശിഷ്യന്മാരെ പോട്ടെ, അവരെക്കാളും കൂടുതൽ എന്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നു, അവരെക്കാളും കൂടുതൽ കുറച്ചും കൂടെ കൂടുതൽ സ്നേഹിച്ച് എന്റെ മാറോട് പറ്റിയിരിക്കുന്നു യോഹന്നാൻ, പ്രാർത്ഥിക്കുന്ന യാക്കോബ്. ഏത് കാര്യത്തിനും
എടുത്തു ചാടി എന്തും ചെയ്യാൻ തന്റെ ഇടമുള്ള പത്രോസ്. കടലിക്കൂടെ നടക്കണോ അതിനും തയ്യാറായി നിൽക്കുന്നത്. താക്കോല് കൈ വാങ്ങിച്ചു, മരിക്കേണ്ടി വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ തന്റെ ഇടം കാണിച്ച പത്രോസ്. ആ പത്രോസെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യും, പ്രാർത്ഥിക്കും, എന്നെ ഒന്ന് കൈ താങ്ങും, എന്നെ ഒന്ന് ബലപ്പെടുത്തുമെന്ന് യേശു ചോദിച്ചു. അവിടെ യേശു പറയുന്ന കാര്യം, പത്രോസേ, ഒരു നാഴികയെങ്കിലും എന്നോട് കൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ, എന്നെ ഒന്ന് കൈ താങ്ങാൻ, എന്നെ ഒന്ന് പ്രാർത്ഥന സപ്പോർട്ട് ചെയ്യാൻ, അതിനെ ബലപ്പെടുത്താൻ കഴിയുന്നില്ലേ? യേശു പിന്നെയും പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, മക്കളെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ആത്മാവ് ഒരുക്കമോ ജഡമോ ബലഹീനം എന്ന് പറഞ്ഞ യേശു പിന്നെയും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടാം വട്ടം വന്നപ്പോൾ ഉറക്കമാണ്. മൂന്നാമത് യേശു പോയി പ്രാർത്ഥിച്ചു. മൂന്നാമത് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോഴും അവർ ഉറക്കമാണ്. യേശുവിന്റെ ആ സിറ്റുവേഷനിൽ യേശുവിന്റെ കൂടെ നിൽക്കാൻ അവരില്ല. യേശു നേരിടാൻ പോകുന്ന, യേശു അനുഭവിക്കാൻ പോകുന്ന പീഡകൾ, യേശു ചുമക്കാൻ പോകുന്ന ക്രൂശ്, അവൻ നേരിടാൻ പോകുന്ന ആ വേദന, അതിനുവേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ, അതൊന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കാൻ, ഇല്ലെങ്കിൽ അത് നേരിടേണ്ടതാണോ അതൊന്ന് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ശിഷ്യന്മാരും ഇല്ല, 11 പേരും. ഒരാൾ പിന്നെ പോയി, ബാക്കിയുള്ള 11 പേരും അവര് നിൽക്കുന്നു. ആ 8 പേര് അവരും പോട്ടെ, ഈ 3 പേര് അത്ര ഇന്റിമസിയായി എന്റെ കൂടെ നിൽക്കുന്ന, ഞാൻ പ്രതീക്ഷിച്ചവരാണ്. എന്റെ കൂടെ കാണും, എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് കൈത്താങ്ങൽ തരും, ഏത് പരീക്ഷ ഘട്ടങ്ങളിലും എന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാ. മരിക്കേണ്ടി വന്നാലും കൂടെ കാണുമെന്ന് പറഞ്ഞ പത്രോസൊക്കെ അവര് കാണും. പക്ഷെ അവരും ഉണ്ടായില്ല. ആ വല്ലാത്ത ശോധനയിൽ, ആ വല്ലാത്ത പരീക്ഷാഘട്ടത്തിൽ യേശുവിനെ ഹെൽപ്പ് ചെയ്യാൻ, യേശുവിനെ സഹായിക്കാൻ, പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാൻ, ക്രൂശമൊക്കാൻ പറഞ്ഞില്ല, ക്രൂശ കയറാൻ പറഞ്ഞില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും, എനിക്കൊരു ബലം കിട്ടാൻ, എനിക്കൊരു ധൈര്യം കിട്ടാൻ. ആ പരീക്ഷ നേരിടണമെങ്കിൽ, ആ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാണെങ്കിൽ അത് കുടിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി ഒന്ന് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുക. ഭയങ്കര ഇന്റിമസിയാന്ന് പറഞ്ഞവർ, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവർ കണ്ടില്ല. പക്ഷെ പത്രോസ് ഇല്ലെങ്കിലും, യാക്കോബ് ഇല്ലെങ്കിലും, യോഹന്നാൻ ഇല്ലെങ്കിലും, ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ആദ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പിന്നെ അടുത്ത പദം, എങ്കിലും എന്റെ ഇഷ്ടമല്ലപ്പ, പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ, നടക്കട്ടെ. ഇങ്ങനെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി യേശു ആമേൻ പറഞ്ഞപ്പോ, ഏൽപ്പിച്ചു കൊടുത്തപ്പോ, പത്രോസിന് ഇറങ്ങാൻ പറ്റാത്തിടത്ത് യോഹന്നാന് കൈത്താങ്ങാൻ, മാറോട് പറ്റിക്കിടന്ന യോഹന്നാന് കൈത്താങ്ങാൻ പറ്റാത്തിടത്ത്, പ്രാർത്ഥനയിൽ വീരനായി നിൽക്കുന്ന യാക്കോബിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തയിടത്ത്, ഒരു മനുഷ്യനും കയറി വന്ന് ആ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഗെത്സമനയിൽ ദൈവശബ്ദത്തിനു വേണ്ടി, ദൈവഹിതത്തിനു വേണ്ടി ആമേൻ പറഞ്ഞു നിൽക്കുന്ന യേശുവിന് വേണ്ടി മാനുഷ്യ കാര്യങ്ങളല്ല ഇറങ്ങിയത്, കൂടെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് 3.5 വർഷം തീറ്റിപ്പോറ്റിവരില്ല. ആമേൻ. 3 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് കൂടെ ഒരുമിച്ചിരുന്നവർ, ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കിടന്നവർ അവരില്ല. പക്ഷേ അവരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടത്ത് അവന് വേണ്ടി സ്വർഗത്തിന്റെ ഹിതത്തിന് ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ ഇറങ്ങി വന്നത് ആമേൻ മറ്റൊരു കൂട്ടത്തിൽ നിന്നും മാനുഷികമായ വ്യക്തികളെയല്ല, ആമേൻ ദൈവശബ്ദത്തിന് ആമേൻ പറഞ്ഞ, ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ യേശുവിന് വേണ്ടി ആമേൻ സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ഒരു ദൂതനെ ഇറക്കി. ആമേൻ.
യേശുവിനെ ബലപ്പെടുത്താൻ, ആമേൻ, ഇപ്പോൾ തകർന്നിരിക്കുന്ന ആ സിറ്റുവേഷനിൽ യേശുവിനെ ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ, ആ ക്രൂശ് വഹിപ്പാൻ, ആ പരീക്ഷ സഹിപ്പാൻ, ആ പരീക്ഷ നേരിടാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ഇറക്കി. ആമേൻ, പ്രൈസ് ഗോഡ്. യേശുവിനെ കരുതിയതുപോലെ ഞാൻ നിങ്ങളോട് കൈമാറുന്നു ദൈവശബ്ദം. മനുഷ്യനൊന്നും കയറി വന്ന് സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെ നിൽക്കുമെന്ന് പറയുന്ന, കൂടെ കാണുമെന്ന് പറയുന്ന, ചാകേണ്ട വന്നാലും മരിക്കേണ്ട വന്നാലും ഞാൻ ഉണ്ടെന്ന് പറയുന്ന ജീവിത പങ്കാളിക്ക് പോലും കയറി വന്ന് സഹായിക്കാൻ, ഇടപെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. നിന്നെ സഹായിക്കാൻ ദൈവദാസന്മാരുണ്ടാകത്തില്ല, സഭയുണ്ടാകത്തില്ല, സഹോദരങ്ങൾ, സ്നേഹിതർ, ഉറ്റ ചങ്ങാതിമാർ കാണത്തില്ല. അവരെല്ലാം മാറിപ്പോകും. അയ്യോ, അവരൊക്കെ നല്ലവരാ കേട്ടോ, അങ്ങനെ പറയരുത്. അവരെ ഞാൻ കുറ്റം പറയല്ല. പക്ഷെ അവർക്കൊന്നും നിന്നെ സഹായിക്കാൻ കഴിയില്ല, നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. അവിടെ നമ്മൾ കർത്താവ് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടതാണ്. നമ്മുടെ വിളിയിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വിളി അത്ര വലുതായതുകൊണ്ട് അവിടെ കൊണ്ട് തീരുകയല്ല, അവിടെ കൊണ്ട് തീർന്നു പോവുകയല്ല. ആ ഗെത്സമന കൊണ്ട് നീ തീരത്തില്ല, ആ ക്രൂശ് കൊണ്ട് നീ തീരത്തില്ല. ആമേൻ. യേശുവിനെ സഹായിക്കാൻ ദൂതനിറങ്ങി യേശുവിനെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ ആ ക്രൂശ് വഹിച്ചു. ആ ക്രൂശിൽ അവൻ തീർന്നില്ല. ആ ക്രൂശിൽ അടുത്ത മഹത്വത്തിലേക്ക് അവൻ കയറി. ക്രൂശിന് അവനെ തീർക്കാൻ കഴിഞ്ഞില്ല, കല്ലറകൾക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല, ക്രൂശിനും 3 ആണികൾക്കും യേശുവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവനെ സഹായിക്കാൻ മാനുഷിക കരങ്ങൾ ഒന്നുമില്ലായിരുന്നു, ഒന്നും വേണ്ട. പക്ഷെ അവൻ ദൈവഹിതത്തിനു വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്നപ്പോൾ സ്വർഗം അവന് തുണയായി ഇറങ്ങിയതുപോലെ, ദൂതന്മാർ ഇറങ്ങിയതുപോലെ, ക്രൂശ് കൊണ്ട് അവൻ തീരുകയല്ല, ആ പ്രതിസന്ധി കൊണ്ട് അവൻ തീരുകയല്ല, അടുത്ത മഹത്വത്തിലേക്ക് യേശു കയറിയതുപോലെ. പിന്നെ ആർക്കും ഉപദ്രവിക്കാനോ, പിന്നെ ആർക്കും തൊടാൻ പറ്റാത്ത, ഒരു മനുഷ്യനും തൊടാൻ പറ്റാത്ത ലെവലിലേക്ക്, ഒരു മനുഷ്യനും തൊടാൻ പറ്റാത്ത മഹത്വത്തിലേക്ക് യേശു കയറിയതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ഇപ്പോൾ നീ നേരിടുന്ന പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കായിരിക്കും. നീ ദൈവഹിതത്തിനു വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നീ ആമേൻ പറഞ്ഞ് ആ ക്രൂശ് വഹിക്കാൻ നീ തയ്യാറായിക്കോ, ആ നിന്ന് സഹിക്കാൻ നീ തയ്യാറായിക്കോ. നീ ആ ക്രൂശ് കൊണ്ട് തീരത്തില്ല, നീ ആ പ്രശ്നം കൊണ്ട് തീരത്തില്ല. നീ അടുത്ത മഹത്വത്തിലേക്ക് കയറും. ഒരു മനുഷ്യന് നിന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ, ഒരു മനുഷ്യന് നിന്നെ ഉപദ്രവിക്കാൻ പറ്റാത്ത ലെവലിൽ ഒരു മഹത്വത്തിലേക്ക്, അടുത്ത മഹത്വത്തിലേക്ക് ആമേൻ പരിശുദ്ധാത്മാവ് നിന്നെ കരം പിടിച്ചു കയറ്റും. പ്രൈസ് ദ ലോർഡ്. മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റാത്ത, നിന്റെ സഹോദരനോ നിന്റെ സഹോദരിക്കോ നിന്റെ ദൈവദാസനോ സഹായിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ ഞെരുങ്ങുന്ന, മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്ന, വ്യാകുലപ്പെട്ടിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന സഹോദര സഹോദരി, ദൈവദാസനെ ദൈവദാസിയെ നിങ്ങളോട് ഞാൻ പറയുന്നു, നീ ഇപ്പോൾ പോകുന്ന ശോധന ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്, ദൈവഹിതത്തിലുള്ളതാണ്. നീ ആ ശോധന കൊണ്ട്, ആ പരീക്ഷ കൊണ്ട്, ആ പ്രതിസന്ധി കൊണ്ട്, പ്രശ്നം കൊണ്ട് തീർന്നു പോകത്തില്ല. നീ അടുത്ത മഹത്വത്തിലേക്ക് നീ കയറാൻ പോകുന്നു. ആമേൻ. നീ അത്ഭുതമായി, ഒരടയാളമായി നീ പുറത്തു വരും. ഇനി ഒരു പരീക്ഷകൾക്കും, ഇനി ഒരു ശോധനകൾക്കും നിന്നെ തൊടാൻ പറ്റാത്ത, ഒരു മനുഷ്യനും ഉപദ്രവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക്, ഒരു മഹത്വത്തിലേക്ക് കർത്താവ് നിന്നെ കയറ്റാൻ പോകും. നിരാശപ്പെട്ടു പോകരുത്. ആരുമില്ല, വേണ്ടതേ, ആരും വേണ്ട. ആരുമില്ലാത്തപ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതനുണ്ട്. പപ്പ കാണത്തില്ല, അമ്മ കാണത്തില്ല, ജീവിത പങ്കാളി കാണത്തില്ല, സഹോദരൻ കാണത്തില്ല. വേണ്ട വേണ്ട വേണ്ട.
നീ പ്രാർത്ഥന മുറിക്കറ്, നീ അപ്പനോട് സംസാരിക്കുക. ഇത് നേരിടേണ്ടത് കർത്താവിന്റെ ഹിതമാണെങ്കിൽ അപ്പാ കൃപ തരണം, ശക്തി തരണം, അഭിഷേകം തരണം. ചോദിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങും. തന്റെ ആത്മാവിന് നിന്റെ മേൽ അളവ് കൂടാതെ തരും. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിയിലേക്കും നീ അടുത്ത മഹത്വത്തിലേക്ക് നീ കയറും. പലരും പറയും, ഈ പ്രതിസന്ധി കൊണ്ട്, ഈ ക്രൂശ് കൊണ്ട്, ഈ കല്ലറ കൊണ്ട് നീ തീരും, ഈ രോഗം കൊണ്ട് നീ തീരും, ഈ കടഭാരം കൊണ്ട് നീ തീരും, ഈ കുടുംബ പ്രശ്നം കൊണ്ട് നീ തീരും എന്നിങ്ങനെ പലരും പല രീതിയിൽ പറയുമ്പോൾ നീ പറ, ഞാൻ തീരത്തില്ല, ഞാൻ തീരത്തില്ല, അടുത്ത മഹത്വത്തിലേക്ക് ഞാൻ കയറും. കർത്താവ് ശക്തമായി നിങ്ങളെ ഉപയോഗിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് അറിഞ്ഞു വരുന്ന ചില ശോധനകൾ, അതിൻ്റെ അകത്തോടെ നീ അതിമഹത്വകരമായി നീ പുറത്തു വരും, ഒരു അത്ഭുതമായി നീ മാറും. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ 1-2 പ്രവചന ശബ്ദം കൂടെ ദൈവജനം പ്രാർത്ഥിക്കുവാൻ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവചന ശബ്ദം ഇതായിരുന്നു. ഇന്ന് വരെയും കർണാടക കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രകൃതിക്ഷോഭം കർണാടകയിലുണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കണം. ഈ അടുത്ത കാലത്തൊന്നും കർണാടക കാണാത്ത വലിയ പ്രകൃതിക്ഷോഭത്തിലുണ്ട്. കർണാടക സ്റ്റേറ്റ് കണ്ടു എല്ലാം അത് കാണാനുണ്ട്. ദൈവജനമേ, ഈ ദൂതുകൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് കരുണ കാണിക്കട്ടെ. പലരും പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് ഇത് ചെയ്യാതിരുന്നാൽ പോരെ, ഇത് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം എന്തിനാ പറയുന്നത്? അപ്പോ യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. എന്നാൽ കൊയ്ത്തിന്റെ യജമാനൻ പ്രാർത്ഥിക്കും. കൊയ്ത്തിന് എന്തിനാ? എന്നാ കർത്താവിന് വേലയ്ക്ക് ആളെ ഇറക്കിയ പോലെ ഡയറക്റ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയണേ. പ്രാർത്ഥിക്കേണ്ട വിഷയം പ്രാർത്ഥിച്ച് നമ്മൾ മനുഷ്യ ദൈവമക്കൾ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ. എന്നെ കർത്താവ് കാണിച്ച ഒരു കാര്യം, വലിയ ക്ഷാമം ലോകം കാണാം. ലോകരാജ്യങ്ങൾ ക്ഷാമം നേരിടണം. എന്നെ കാണിച്ച വെളിപ്പാട് എങ്ങനെയാണ്? എന്റെ വീടിന്റെ സ്റ്റോർ റൂമിൽ 3-4 ചാക്ക് അരി സഹോദരന്മാർ വാങ്ങിച്ച് കൊടുത്തത്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ചില ദേവദാസന്മാർക്കും അയൽവക്കത്തുള്ള അതിൻ്റെ അകത്തുനിന്ന് ഞാൻ അരിയെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ശബ്ദം, ദേവദാസന്മാരുടെ ദൈവമക്കളോട് പറയുക, കരുതിക്കൊള്ളുക. വലിയൊരു ക്ഷാമം ഉണ്ടാകും. ഭക്ഷ്യസാധനങ്ങൾ കിട്ടാതെ വലിയ ക്ഷാമം ഉണ്ടാകും. ദൈവത്തിന് പ്രാർത്ഥിക്കുക, കരുതിക്കൊള്ളുക. അപ്പൊ പാസ്റ്റർ നെഗറ്റീവ് ആണ് കൂടി പറയുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ അഗബോസ് എന്നൊരു പ്രവാചകൻ എഴുന്നേറ്റ് പറഞ്ഞു, ലോകത്ത് വലിയ ക്ഷാമം ഉണ്ടാകാം. അത് സംഭവിച്ചു. ദേവദാസന്മാർക്ക് വേണ്ടി, മൂപ്പുമാർക്ക് വേണ്ടി ബർന്നബാസും ശൗലും ധനശേഖരം നടത്തി. പരിശുദ്ധാത്മാവ് പറയുന്നതിന് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. ഇതൊന്ന് മുൻകൂട്ടി അറിയിക്കുന്നത് ദൈവജനം പ്രാർത്ഥിക്കുക, കരുതിക്കൊള്ളുക, കർത്താവ് സഹായിക്കും. വീണ്ടും മറ്റൊരു ദൈവശബ്ദം ഞാൻ കൈമാറുന്നു. പ്രാർത്ഥിക്കുക. അമേരിക്കയിൽ ഫ്ലോറിഡ, ഡാളസ്, ഈ 2 സിറ്റികളെ ഓർത്ത്, പട്ടണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടെ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. അവിടെ ഈ ലുലു മാൾ പോലെ വലിയ മാളിൽ വലിയ തീപിടുത്തം ഉണ്ടാകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. ഫ്ലോറിഡയിൽ വലിയ കടലിൽ വലിയ തിരമാലകൾ
5-6 നില ഹൈറ്റിലുള്ള തിരമാലകൾ അടിച്ച് ബിൽഡിങ്ങുകളെല്ലാം തകർന്നു പോകുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെ ഒരു കടൽ ഷോ ഫ്ലോറിഡയിൽ. ദൈവമക്കൾ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക. അനർത്ഥം വ്യസനകരമായി തീരാതിരിക്കട്ടെ, കർത്താവ് സൂക്ഷിക്കട്ടെ. ഈ 2 സിറ്റികളിൽ ഫ്ലോറിഡ, ഡാളസ്, USA ഈ 2 പട്ടണങ്ങൾ കർത്താവ് സൂക്ഷിക്കട്ടെ. ഉള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഈ മെസ്സേജുകൾ ദൈവമക്കൾ കേൾക്കുക, അത് ഷെയർ ചെയ്യുക. തളർന്നിരിക്കുന്നത് കേൾക്കട്ടെ, ബലപ്പെടട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.